സാറേ ഇതാണ് റൂം. ഇതാണോ? നോക്കിക്കേ. റൂം പോരാ. പോരെ. ഇഷ്ടപ്പെട്ടോ? കുഴപ്പമില്ല സാർ. ഗ്രേസിക്ക് ഇഷ്ടമാണെങ്കിൽ എനിക്ക് ഇഷ്ടാ. എന്നാ പിന്നെ സാർ ടവലും ബെഡ്ഷീറ്റ് എടുത്തിട്ട് വരാം. ആവശ്യം വരുമല്ലോ. ആയിക്കോട്ടെ. ജ്യൂസ് വേണോ? ഗ്രേസിക്ക് തിരക്കഥയൊന്നും അറിയില്ലല്ലോ. ഇന്ന് രാത്രി എൻ്റെ കൂടെ അല്ലേ, തിരക്കഥ എല്ലാം പഠിപ്പിച്ചു തരാം. ശരി സാർ. എന്ത് കഷ്ടം. ഇത് ആരാണ്? ഇത് ഏത് കോപ്പനായിരിക്കും? സാർ ബെഡ്ഷീറ്റും തോർത്തും കിട്ടിയില്ല, സോപ്പാണ് കിട്ടിയത്. വേണ്ട, എന്തായാലും സാർ വെച്ചോ, ഉപകാരപ്പെടും. നീ ആ സ്ലിപ്പ് എടുത്തുകൊണ്ടാ. ശരി സാർ. എന്തുവാടേ ഇയാളെന്ത് പെണ്ണുങ്ങളെ കണ്ടിട്ടില്ല ഇതുവരെ? സോറി സാർ. ഇപ്പൊ ആ പോയ പെണ്ണ് സാറിനോട് താമസിക്കുന്നു. തനിക്കെന്താ? അല്ല സാർ, സാറിനോട് കുറിച്ച് സംസാരിക്കാൻ കാര്യം സാർ. അത് തനിക്കെന്താ പറയാനുള്ളത്? ആ 201 മുറിയിലാ സാറേ. 36 വർഷങ്ങൾക്ക് മുമ്പേ ഈ ലോഡ്ജിന്റെ മുതലാളിയായ വില്യൻ സാഹിബിനുണ്ടല്ലോ, ഇവിടുത്തെ വേലക്കാരി മറിയച്ചേട്ടത്തി തലക്കടിച്ചു കൊന്ന മുറിയാണോ? ആ മുറിയിലാ സാറും ആ പെണ്ണുമായിട്ട് താമസിക്കാൻ വന്നിരിക്കുന്നത്. സാഹിബിന്റെ പ്രേത ഇപ്പോഴും ആ മുറിയിലുണ്ട് സാറേ. ഞാൻ കണ്ടിട്ടുണ്ട് സാറേ, സത്യവും സാറേ. സാറേ ഇതിനു മുമ്പ് പലരെയും കൊന്നിട്ടുണ്ട് സാറേ. സുന്ദരികളായ പെണ്ണുങ്ങളുടെ കുറച്ച് വീക്കൻസാ. കൂടെ വന്ന ആണുങ്ങളെ കൊന്നും ചോര കുടിക്കും സാറേ. കോപ്പം ഒന്ന് പോയുള്ളൂ. ഒന്ന് നിക്ക് സാറേ, പോവല്ലേ സാറേ. ജീവനിൽ കൊതിയുണ്ടെങ്കിൽ ഞാൻ പറയുന്ന കേട്ടിട്ട് പോ സാറേ. എന്റെ പൊന്ന് കർത്താവേ, തിരികത്തിച്ചും വിളക്കത്തിച്ചും പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹമുണ്ട്. എന്ത് ചെയ്യാനാ? നമ്മുടെ മുതലാളി തണ്ടിയാണെങ്കിൽ ശമ്പളം തന്നിട്ട് 2 മാസമായി. എന്ത് ചെയ്യാനല്ലേ? നിന്റെ മുമ്പിൽ തിരികത്തിക്കുന്ന കൊറേ കാലായേ. വേറൊന്നുമല്ല, ഇവിടെ പണിയെടുത്ത് ഞാൻ മടുത്ത്. ഇപ്പോഴാണെ പണ്ടത്തെ പോലെ കപ്പിൾസും വരുന്നില്ല കർത്താവേ. പിന്നെ രാത്രിയിലാണെങ്കിലോ പണ്ട് തോപ്പുകാരി മറിയച്ചടുത്ത് തലക്കടിച്ചു വന്ന വില്ലേജ് സാഹിബിന്റെ പ്രേതോ. അതാമയാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ലായിരുന്നു. എനിക്കൊരു കൂട്ടായനെ വലിയ ആഗ്രഹമൊന്നുമല്ലേ കർത്താവ് ഞാൻ പറയണം. നമ്മുടെ ലോകേഷ് കണരാജിനോട് ചാൻസ്. ആ ഫഹദിന് ശേഷം ആരെന്ന ചോദ്യത്തിന് ഒരു ഉത്തരവില്ല കർത്താവേ. ഞാൻ പറയുന്ന മനസ്സിലായില്ലേ കർത്താവേ? അയ്യോ കുനിയാൻ വയ്യ. അതെങ്ങനാ? അഭിനയ ഭ്രാന്ത് മൂലം അഭിനയിക്കാൻ പോയതാ. 1500 പേരിൽ ഒരാളായിരുന്നേ നമ്മുടെ സൂപ്പർ സ്റ്റാർ കുമാറിന്റെ പടം. ഒരു ഗ്ലാസ് ചായ ചോദിച്ചാൽ മാത്രമേ ഓർമ്മയുള്ളൂ. കണ്ണ് തുറക്കുമ്പോ മെഡിക്കൽ കോളേജിലാ. ഇപ്പൊ ഞാൻ സിനിമയ്ക്ക് പുറത്തും ഇടിച്ചവൻ സിനിമയ്ക്കകത്തും. പടത്തിന്റെ പേര് കേട്ടാലോ ദേവീകഥയാ, പക്ഷെ കയ്യിരിപ്പോ സാത്താന്റെയും. അവന്റെ ഒരു അമ്പലനടയില് എല്ലാ ഒരു വിധിയാ. എന്താ ഏട്ടാ? ചേട്ടാ ശിവരാമേട്ടൻ മുതലാളി റൂമിലാണല്ലോ. ഒന്ന് കാണാൻ പറ്റുമോ? അതിനെന്താ കേറി പോയേട്ടാ? വാടാ, നീ പേടിക്കാരി, എല്ലാം ശരിയാവുന്നേ. നോക്കി വേട്ടാ. എടാ പിന്നെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ ശിവറാമേട്ട ആളെങ്ങനെയാ? ആള് കുഴപ്പമൊന്നുമില്ല, പുള്ളിക്കാരൻ നമ്മളാണ്. എടാ ഇത് തമാശകളില്ല, പെണ്ണേസാ. അതുകൊണ്ട് ഇയാളൊക്കെ ഇയാളുടെ തനി ഗുണം കാണിക്കും. മുതലാളി കുറെ കമ്പിയൊക്കെ ഉണ്ടാക്കി വെച്ചേക്കാ. മനുഷ്യനാണെങ്കിൽ ഒന്നും കാണാനും പറ്റുന്നില്ല. ഇത് പൊളിക്കേണ്ടി വരും. റോഡിലൊക്കെ ഒരു പെണ്ണിനെയും കാണുന്നില്ലല്ലോ. ഇതെന്താ ഞായറാഴ്ചയാണോ? സ്കൂളൊക്കെ അടച്ചോ? ഒഴിയൊക്കെ അടച്ചോ? അയാളോട് കാര്യങ്ങളൊക്കെ നീ പറയണം കേട്ടോ. ഒരു വിഷയമില്ല, നീ വാ. അവസാനം പ്രശ്നം ഉണ്ടാവരുത്. എന്റെ പൊന്നാളിയ, ഒരു വിഷയം ഉണ്ടാകത്തില്ല. നീ പേടിക്കാൻ ഇങ്ങോട്ട് വാ. ചേട്ടാ പിന്നെ വാ അങ്ങോട്ട്. മുതലാളി, മുതലാളി,
രണ്ടുപേര് കാണാൻ വന്നിരിക്കും. ആ എന്താടാ ബ്രൈറ്റ്? ഞാൻ ഇന്നലെ വിളിച്ചപ്പോൾ പറഞ്ഞില്ലായിരുന്നു. ആ വിളിച്ചപ്പോൾ പറഞ്ഞാളല്ലോ. ആ ശരി, അകത്തേക്ക് വാ. എടാ നീ പോയി 2 ചായ മേടിച്ചിട്ടുണ്ടോ? 2 മാസത്തെ പൈസ തരാനുള്ള മുതലാളി. എടാ തരാടാ, നീ ചെല്ല്. എന്റെ പെണ്ണുങ്ങൾ കൊടുക്കാൻ പൈസയുണ്ട്, പണിയെടുത്ത് എനിക്ക് പൈസയില്ല. ആ, ചെല്ല്. ഓക്കെ 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 ഓക്കെ. ഓ ചേട്ടാ. ആ വാ. ന്നാ. നീ ഇപ്പൊ എന്നാ ചെയ്യുന്നു? എന്റെ പൊന്നു ശിവരാമേട്ട, ഉള്ള കാര്യം ഞാൻ പറയാം. ആ കൊച്ചോട്ട് പ്രേമത്തിലായിട്ട് 2 വർഷമായി. തുടക്കം തന്നെ ഞാൻ ഇങ്ങനോട് പറഞ്ഞു ഇതൊന്നും വേണ്ട വേണ്ട, ഇതൊന്നും ശരിയാകത്തില്ലെന്ന്. അപ്പൊ ഇങ്ങനെ കേട്ടില്ല. ഇപ്പൊ എന്തുവായി? ഇപ്പൊ ആ കൊച്ചു തലക്കാവത്തില്ലേ? അതോ ഒരാഴ്ച പിന്നെ പള്ളിപ്പെരുന്നാളിന് വീട്ടിലോട്ടും കൊണ്ടുവയ്ക്കുന്നു, കൂട്ടുകാരെയും പരിചയപ്പെടുത്തി കൊടുത്തേക്കുന്നു. ഇതിന്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ? നാളെ ആ കൊച്ചു വീട്ടിലോട്ട് കയറി വന്ന എന്ത് ചെയ്യും? കയറി മുമ്പിൽ പോകത്തില്ലേ? ഇതിന്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ? ഇല്ല. ഞാൻ ആദ്യമേ അളിയനോട് പറഞ്ഞതാ ഇതൊന്നും വേണ്ട വേണ്ട, പ്രശ്നമാവുന്നു. ഇപ്പൊ അളിയനെ നല്ലൊരു വീട്ടിൽ നിന്ന് ആലോചന വന്നേക്കുന്നത്. അളിയന്റെ കടങ്ങളും പ്രശ്നങ്ങളും എല്ലാം തീരും. എനിക്ക് ചേട്ടനൊക്കെ വേണ്ടത് എന്തുവാ? കാശാണ്. അങ്ങേർക്കും കാശാണ്. അപ്പം ചേട്ടൻ ഞങ്ങളോട് നിൽക്കണം, നിന്നേ പറ്റത്തുള്ളൂ. ചേട്ടന് വേറെ പ്രശ്നങ്ങളുണ്ടാകത്തില്ല. ഇതിനു മുമ്പ് നമ്മൾ പല കാര്യങ്ങൾ ഡീൽ ചെയ്തിട്ടുള്ളയാ. അത് ചേട്ടനും അറിയാം, എനിക്കും അറിയാം. അപ്പൊ എന്താ ചെയ്യാ? നമുക്ക് ഇങ്ങേറെ കൂടെ നിൽക്കുക. ഇങ്ങേറെ ഭാവി രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളും രക്ഷപ്പെട്ടു. സുഹൃത്തെ, എനിക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്നറിയാവോ? സമൂഹത്തിൽ ഇതിനെപ്പോലെ ഇത്രയും ഇതിനേക്കാളും വളരെ പ്രശ്നങ്ങൾ നടക്കുന്നു. പക്ഷെ അതിനകത്തേക്കൊക്കെ പോയി വീണ് കഴിഞ്ഞാൽ ഊരിക്കൊണ്ട് പോരാൻ നടക്കുന്ന കാര്യമൊന്നുമല്ല. ഇന്നത്തെ കാലത്ത് കാശ് തന്നെയാണ് വലുത്. ശരിയാ. പെണ്ണിന്റെ പിണ്ണാക്കൊക്കെ ഇട്ടിട്ടൊന്നും കാര്യമൊന്നുമില്ല. ചേട്ടാ, ഇവൻ പറയണ പോലെ ഒന്നുമല്ല കാര്യങ്ങൾ. പിന്നെ കാര്യം അവള് നല്ല ചരക്ക് പെണ്ണാ. ഏതൊരാണിന് തോന്നും ഒരാഗ്രഹം. അതുപോലെ എനിക്കും തോന്നി. ഇവൻ പറയണ പോലെ ആനക്കാര്യമൊന്നുമില്ല. പക്ഷെ ഇത് കയറി തലയ്ക്കാവുമെന്ന് എനിക്ക് അറിയാൻ പാടില്ലായിരുന്നു. ഒരുപാട് പെമ്പിള്ളേരെ ഞാൻ കണ്ടിട്ടുണ്ട്, വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത് ഒരുമാതിരി കുത്തിക്കെട്ടായി പോയി. ചേട്ടാ, ഞങ്ങളൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. ചേട്ടനൊരു പോറൽ പോലും ഏൽക്കൂല. ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ ഏറ്റു. ചേട്ടൻ ഞങ്ങളുടെ കൂടെ നിന്ന് തന്നാൽ മതി. എത്ര കാശ് വേണമെങ്കിലും ഞാൻ തന്നേക്കാം. ചേട്ടൻ്റെ എല്ലാ സപ്പോർട്ടും ഞങ്ങൾക്ക് തന്നാൽ മതി. ഈ ഒരു രാത്രി കൊണ്ട് എല്ലാ കാര്യവും മാറി മറിയും. അവൾ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ എനിക്ക് അത്രയും നല്ലതാ. അത് ഞങ്ങളിന്ന് ഒഴിവാക്കും. സമൂഹത്തിലുള്ള പ്രശ്നങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ലേ? അപ്പൊ അത് കരുതി വരുംവരായികൾ ആലോചിച്ചിട്ട് വേണമല്ലേ ചെയ്യാൻ. ഇല്ലെന്നുണ്ടെങ്കിൽ നാളെ ഒരു പ്രശ്നത്തിലേക്ക് പോയി നമ്മൾ തന്നെ ചാടേണ്ട ഒരു അവസ്ഥ വരും. ഞാൻ നിന്നുള്ള കുഴപ്പമൊന്നുമില്ല, ഞാൻ പറഞ്ഞില്ലേ, ഏറ്റന്നേ കുഴപ്പമൊന്നുമില്ല. ഇത് ആദ്യത്തെ സംഭവമൊന്നും അല്ലല്ലോ നമ്മളെല്ലാം കൂടെ ചെയ്യുന്നത്. അത് വേണ്ട രീതി കൈകാര്യം ചെയ്തോളാം. ധൈര്യമായിട്ടിരിക്കേ. ഓക്കെ ഏട്ടാ. ഓക്കെ, താങ്ക്സ് ഏട്ടാ. നീ ആ ഫാൻ ഒന്നിട്ടെ. നമുക്കെപ്പോഴാണ് ട്രെയിൻ? ട്രെയിൻ അത് ഞാൻ പറയാം, കൺഫേം ആയിട്ട്. മനുവേട്ടൻ ഞാൻ ഒരു സ്ഥലത്തേക്കും വിടില്ല. എൻ്റെ കൂടെ തന്നെ വേണം. ലക്ഷ്മി, ഞാൻ നിന്നോടൊരു കാര്യം പറഞ്ഞാ നിനക്ക് ദേഷ്യാവോ? ഏയ്, എനിക്ക് ദേഷ്യമൊന്നും വരില്ല. പറഞ്ഞു. നമ്മളിവിടെ വന്നത് ബോംബെക്ക് പോകാനല്ല. പിന്നെ ലക്ഷ്മി, ഞാൻ പറയുന്നത് ശരിക്കും ശ്രദ്ധിച്ചു കേൾക്കണം. നമുക്കൊരുമിച്ച് ജീവിക്കാൻ പറ്റില്ല. എൻ്റെ വീട്ടുകാർ എനിക്ക് വേറൊരു കല്യാണം ഉറപ്പിച്ചേക്കാം. അത് പറയാനാ ഞാൻ ഇന്ന് നീയായിട്ടിവിടെ വന്നത്. ഞാൻ പറയട്ടെ, നിന്നെ ഉപേക്ഷിക്കുന്നതല്ല ഞാൻ പറഞ്ഞത്. നല്ലൊരു കാശുള്ള വീടുള്ള പെണ്ണാണ്. ഇവളെ കല്യാണം കഴിച്ച ഇഷ്ടം പോലെ കാശ് കൈ കിട്ടും. എടി, ഞാൻ പറയട്ടെ, നിന്നെ ഉപേക്ഷിക്കാനല്ല. എനിക്കൊന്നും കേൾക്കണ്ട. ഞാൻ പറയണ കേക്ക്. നിങ്ങൾ എന്തായി പറയുന്നേ? ഞാൻ ജീവനോടൊളപ്പ നടക്കൂലത്. എടി, ഞാൻ പറയണം. എടി, നിന്നോട് ഞാൻ മര്യാദയുടെ ഭാഷയിൽ പറഞ്ഞു. നീ ഇനി കിടന്ന് ഇളയാണ്ടെങ്കിൽ നിന്റെ ഇടപാട് ഞാൻ തീർക്കി വിട്ടിട്ട്. നടക്കൂലെന്നല്ല പറഞ്ഞ, നടക്കൂലെന്നല്ല പറഞ്ഞ. പിന്നെ നിങ്ങൾ എന്നെ നേരെ ഷൗട്ട് ചെയ്യുന്നേ? എടി പുന്നാര മോളെ,
നിന്നോട് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ലല്ലേ? എടീ, എടീ, നായിന്റെ മോളെ നടക്കൂലെന്ന് പറഞ്ഞാൽ നടക്കൂല. നിങ്ങൾ എന്ത് ചെയ്താലും നടക്കൂല. നടക്കൂല. മിണ്ടിയ നീ ബാക്കിയുണ്ടാവൂല. എടേ എനിക്ക് ഡേ ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായോ? ഡേ ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായോ? ഞാൻ പറഞ്ഞ പോലെ കേട്ടോ. നിന്നെ ചുമക്കാന്ന് ആരോട് ഏറ്റിട്ടില്ലടി. നീ വേറൊരു പെണ്ണാ. എടി നിന്നെ കൊന്ന ഒരു പട്ടിയും ചോദിക്കാണ്ടാവൂല. മിണ്ടരുത് മിണ്ടരുത്. ഞാൻ പോയിട്ട് വരും. അപ്പോഴേക്ക് നീ ഒരു തീരുമാനം എടുത്തോളണം. ഇല്ലെങ്കിൽ കണ്ടല്ലോ ഓടി അവിടെ കിടക്കടി. തുറക്കടാ. ഇവൻ പറയാം വാ. സോറി ലക്ഷ്മി, സോറി. നീ അല്ലാതെ വേറൊരു പെണ്ണ് എനിക്ക് വേണ്ട. അറിയാതെ പറ്റും. ഞാൻ അപ്പോഴത്തെ ദേശത്തിന് എന്തോ പറഞ്ഞാലേ കരയാതെ. കരയണ്ടെന്ന്. എന്താടി തുറക്കാത്ത താമസം? മാറിക്കിടി മൈര. നീ വേഗം റെഡിയാവും നോക്ക്. ഇപ്പൊ തന്നെ ബോംബെക്ക് പോകണം. എന്താടി ഇത് പറഞ്ഞിട്ടില്ലേ? വേഗം ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യാൻ നോക്കടി. ഏ ലക്ഷ്മി, എന്താടി ഞാൻ പറഞ്ഞത് നീ കേട്ടില്ലേ? എന്താടി നീ ഇങ്ങനെ നോക്കണേ? പണിയാണോ നീ കാണിച്ചേ? പെട്ട് നമ്മള് പെട്ട്. നീ പറഞ്ഞപ്പോ ഇത്ര ചെയ്യുന്ന ഞാൻ വിചാരിച്ചില്ല കേട്ടോ. നിനക്ക് എടുത്തായിട്ടും കൂടുതലാന്ന് ഞാൻ പറഞ്ഞ. നോക്കിയും കണ്ടും ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞ. ഇനി എന്തൊക്കെ മാരണങ്ങളാണെന്നറിയ ഇതിന്റെ പുറകെ വരാൻ പോകുന്നത്. നീ ശിവരാമേട്ടനെ വിളിച്ചായിരുന്നോ? എന്തെങ്കിലും ഒന്ന് പറയടാ. എന്തെങ്കിലും ഒന്ന് മിറാ മൈരേ. കൊണച്ച പണി കാണിച്ചു വെച്ചിട്ട് ഇരിപ്പ് കണ്ടില്ലേ?
അളിയ ഞാനാ. നീ പെട്ടെന്ന് ഇവിടം വരെ ഒന്ന് വരണം. ആ അതെ, ചെറിയൊരു സീനുണ്ട്. നമ്മളെ ആ ജീപ്പ് കൂടെ ഒന്ന് എടുക്കണം. എനിക്ക് അറിയത്തില്ല അളിയ, ഞാൻ പറഞ്ഞില്ലേ അത്യാവശ്യമാ. ആ ഞാൻ നിന്നെ വിളിക്കാം. ശരി, നീ വിടി, ഞാൻ പോരാ. ഒരു വില്യൻ സായിപ്പ് വന്നിരിക്കുന്നു. അടിച്ചവന്റെ ഉണ്ട ഞാൻ പൊട്ടിക്കും. ഇങ്ങനത്തെ പേട്ടപ്പയ്യനെ എന്ത് ചെയ്യാനാ? അല്ല, എന്ത് പ്രേതാ ഉള്ളത്? എന്റെ പൊന്ന് ഗ്രേസി, എന്താ പൊന്നെ, എന്തുവാ ഇത്? എന്താ പൊന്ന് ഗ്രേസി, നീ ഇത്ര പെട്ടെന്ന് വളയൊന്നും നീ വിചാരിച്ചില്ല. ഈ പെണ്ണായ മക്കൾക്ക് വേറെ പണിയില്ലേ? ഒന്ന് ചോദിച്ചു വന്നാ. എന്തുകൊണ്ടാ? എന്താ സാറേ?